ഹായ്, ഞങ്ങൾ രാവിലെ ഒരു 7 മണിയാകുമ്പോ ഇങ്ങനെ പോന്നാണ്. എന്നിട്ട് പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അപ്പൊ നല്ലൊരു വൈബ്. നവാസാണ് അതിന്റെ ഒരു മുഖ്യ അതിഥി. നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്നത്. നവാസാണ് അതിന്റെ ഒരു മുഖ്യ അതിഥി. നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്നത്. ഞാനിങ്ങോട്ട് വന്നപ്പോ ഷംനാസ് മാത്രമേ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഓനക്ക് നല്ല ഒരു അറിയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതേനി. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാധനം അങ്ങോട്ട് ഓടിച്ചോ. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിലൊരു പങ്കാളി ആവണേ. ഓന് വന്നപ്പോ തന്നെ ആ കാട്ടിന്റെ ഉള്ളിലൊക്കെ പോയി. സ്വാഭാവികം ആളുള്ള സ്ഥലമാണിത്. അപ്പൊ ഞങ്ങളിത് ചെയ്യണ കണ്ടിട്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത്. കുറച്ച് ആൾക്കാർ ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കും. ഒരുപാട് വലിയ മൃഗങ്ങൾ ഇവിടെ ഉണ്ട് കടലിലൊക്കെ. അതിലുപരി തന്നെ വെള്ളത്തില് മുതല അനക്കൊണ്ടാന്ന് പല സാധനങ്ങളൊക്കെ എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? എന്തിനു പറയണം? അനാക്കോണ്ട സിനിമ പോലും ഷൂട്ട് ചെയ്തത് ഈ പുള്ളിക്കട വെച്ചിട്ടാണെന്നാണ്. അനാക്കോണ്ട സിനിമ പോലും ഷൂട്ട് ചെയ്തത് ഈ പുള്ളിക്കട വെച്ചിട്ടാണെന്നാണ് മുമ്പുള്ള ആളുകൾ പറയുന്നത്. 2023 തോന്നുന്നുണ്ട്. ഇവിടുത്തെ ചൂട് കാരണം അനാക്കോണ്ടകള് ആമസോൺ കാടുകളിലേക്ക് കുടിയേറി പോയതാണെന്നാണ് ഇതിനെപ്പറ്റി 2023 തോന്നുന്നുണ്ട്. ഇവിടുത്തെ ചൂട് കാരണം അനാക്കോണ്ടകള് ആമസോൺ കാടുകളിലേക്ക് കുടിയേറി പോയതാണെന്നാണ് ഇതിനെപ്പറ്റി ആൾക്കാർ പറയുന്നത്. അപ്പം വളരെ ഒരു ഡേഞ്ചറസ് ആയ സ്ഥലമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോ ഉള്ളത്. പക്ഷെ പണ്ടത്തെ കാലങ്ങളിൽ ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. പിന്നെ ഞാൻ റാഷിന്റെ കൊടുക്കാം. അവന്റെ ഒരു അനുഭവം. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വൈബില് ഏർപ്പെടുന്നത്. അവന് ഇനി എന്താണ് ഈ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അടുത്തത് അനുഭവം തന്നെയായിരുന്നു. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് അതിലുപരി നല്ലൊരു മനോഹരമായ ഒരു സ്ഥലം ഇവിടെ കണ്ടുപിടിക്കും. ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും എന്താ ചെയ്യാ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു പാലാണിത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നിങ്ങളെല്ലാവരും ഫോട്ടോഗ്രാഫി ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാലം അതിമനോഹരമാണ്. പുള്ളിക്കടയിലൂടെ രാമനാട്ടിലേക്ക് സ്പൈഡർമാൻ സിനിമന്റെ ലാസ്റ്റ് ആ സ്പൈഡർമാൻ ചാടി ഓളെ രക്ഷിക്കാൻ കുഴപ്പമില്ല, പോയിക്കോ. ഷോക്ക് അടിച്ച വേദന ഉണ്ടാ?